ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സ്വീറ്റ് പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ നല്ലോണം വേവിച്ച് തോലൊക്കെ കളഞ്ഞ് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉള്ളി, കൊത്തമല്ലി, കറിവേപ്പില, മുളക്, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഉപ്പ്, പിന്നെ പെരിഞ്ജീരകം. ചെയ്ത് വെച്ച സ്വീറ്റ് പൊട്ടറ്റോയിൽ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ നമ്മൾ എടുത്തു വെച്ച കടലപ്പരിപ്പ്. ഞാനത് വെള്ളത്തിൽ 3 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചതാണ്. അത് കുറച്ചിടുക. അതിൽ കുറച്ചെടുത്തിട്ടാൽ മതി, ബാക്കി നമുക്ക് അരയ്ക്കാനാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി മുറിച്ചത്, കൊത്തമല്ലിയില, ഉപ്പ്, കായപ്പൊടി വേണം കേട്ടോ, ഞാൻ പറഞ്ഞില്ലല്ലോ. കായപ്പൊടി എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ബാക്കിയുള്ള കടലപ്പരിപ്പ് നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് കരകരപ്പായിട്ട് അരച്ചു കൊണ്ടുവരാം. അധികം അരയണ്ട. ഓക്കെ. അതിൻ്റെ കൂടെ ഇതപ്പോൾ 3 ചില്ലി കൂടി ഇട്ടിട്ട് അരച്ചു കൊണ്ടുവന്നതും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് കുഴച്ചെടുത്താലാണ് നന്നായിരിക്കുക. ഇതപ്പോൾ ഇങ്ങനെ വട ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുക. കുട്ടികളൊക്കെ കഴിക്കും നന്നായിട്ട്. സാധാരണ കുട്ടികൾ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കില്ലല്ലോ. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. ചെറിയൊരു മധുരവും ഉപ്പും മുളകും എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റായി. ഇഞ്ചിയൊക്കെ കൂടിയിട്ട്. ഓക്കെ, എണ്ണയിലിടാം. നല്ല ക്രിസ്പി വട റെഡി. നല്ല പൊട്ടാതെ കണ്ടോ. ആ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ കോട്ടിങ് ഉള്ളതുകൊണ്ട് പൊട്ടില്ല. നന്നായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്. നല്ല ക്രിസ്പി വട, നല്ല ഒരു ക്രിസ്പി ആയിട്ടുണ്ട്. കടിക്കുമ്പോഴേ നല്ല ഒരു കടിക്കുമ്പോൾ തന്നെ ഒരു മേലെ ഒരു ക്രിസ്പിനെസ്സും താഴെ ഒരു സോഫ്റ്റായിട്ടും നന്നായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.